ദോശയാണ് പൊറോട്ടയാണ്? പഴംപൊരിയും ബീഫും സൂപ്പറായിരുന്നു നമ്മുടെ പരവൂര്. അങ്ങനെ അധികം ഞാനെങ്ങും ഈ ഒരു കോംബോ കണ്ടിട്ടില്ല. നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പൊ മുറിക്കാൻ പറ്റിയൊരു പ്ലേസ് ഇരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ പൊഴിക്കര ബീച്ചിലാണ് വന്നത്. പൊഴിക്കര ബീച്ചും കാപ്പിൽ ബീച്ചുമാണ് നമുക്ക് മിക്കവാറും ഉള്ള എല്ലാ ഫംഗ്ഷനും, ഇവിടെയുള്ള കല്യാണം അടക്കം ബർത്ത്ഡേ ആണെങ്കിലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ പൊഴിക്കര ബീച്ച് അല്ലെങ്കിൽ കാപ്പിൽ ബീച്ച്. അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് പൊഴിക്കര ബീച്ചിലാണ്. കേക്ക് മുറിക്കാൻ പോകുന്നത് അത് ഇപ്പോഴേ കഴിച്ചു തുടങ്ങി കേട്ടോ. അധികം ഇപ്പൊ ഇവിടെ നിന്ന് കേക്കും കഴിച്ചിട്ട് നമ്മൾ പരവൂര് പോകുന്നു, ഫുഡ് അടിക്കുന്നു. നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ, അടി ഉണ്ടാക്കാതെ മുറി. ഓ അച്ഛൻ ശിവയും പിടി, നീ ആയിട്ട് വിഷമിക്കുന്നു. മുറിക്കേട്ടാ. സന്തോഷ്. നീ അല്ല ആദ്യം അച്ഛൻ എടുത്ത് മോളെ വായി വെച്ച് തരും. മോളെ അങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് ഇപ്പൊ. ഇങ്ങനെ ആരെയും കിട്ടിയില്ല, അമ്മയുടെ വായി വെച്ചു. വാ റേഡി ഇങ്ങോട്ട്. ഇപ്പൊ ചെറിയൊരു മഴക്കോളുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മുറിച്ചിട്ട് കേക്ക് ശ്രീലങ്ക കണക്കാക്കിയത്. അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ മുന്നു ബർത്ത്ഡേക്കാരിക്ക് കേക്ക് നോക്കട്ടേടി. നീ ഈ കേക്ക് പകുതി നീ തിന്ന്. ഇത് നമ്മുടെ വർക്കല കൊല്ലം കണക്ട് ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ടോ? ഇത് അങ്ങ് കുറേ ലൈറ്റ് കാണുന്നുണ്ട്. ആ മൂലയ്ക്ക് ലൈറ്റ് കാണുന്ന അത് കൊല്ലമാണ്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. പൊഴിക്കര ബീച്ചിൽ നിന്ന് അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട്, അത് തങ്കശ്ശേരിയാണ്. നിന്ന് നോക്കിയ ബീച്ചൊക്കെ, മറ്റേ കൊല്ലം ബീച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ബീച്ച് ഇതോ അവിടെ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് അങ്ങാണ്, പക്ഷേ നല്ല ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കടൽ അടുത്തടുത്ത് വരുവാണ് ഇങ്ങോട്ട്. നമ്മളിപ്പം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പരവൂര് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അശോകയുടെ ഫ്രണ്ടിലുണ്ട് ഇപ്പം ടേക്ക് അവേ ഹോട്ടലിലെത്തി. അപ്പോൾ നൈസായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ. പിള്ളേരെ അവിടെ കിടന്നേ ബഹളമാണ്. ഇവരെ കൊണ്ട് ഇറങ്ങിയാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നുള്ള ചിന്തയേ ഉള്ളൂ പിള്ളേർക്കും എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് ടേക്ക് അവയിൽ. അപ്പം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എനിക്ക് ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചില്ലി ചിക്കനും പൊറോട്ടയൊക്കെ. അങ്ങനെ നൈസിന് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇതുകൂടെ കഴിച്ചങ്ങ് വൈൻഡപ്പ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അവിടെ ഫുഡ് കഴിക്കാം, അകത്തോട്ട് കയറാം. സംഭവം എല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാടെ. ചില്ലി ചിക്കനൊക്കെ ഉണ്ടാകും. അപ്പം ചോദിച്ചോ, അവരവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഐറ്റം ചില്ലി ചിക്കൻ ഉണ്ടല്ലേ. എനിക്ക് ഇവിടുത്തെ ചില്ലി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചില്ലി ചിക്കനും പൊറോട്ടയും പിന്നെ അന്നൊരു ചിക്കൻ്റെ ഐറ്റം കഴിച്ചു, അതും അടിപൊളിയായിരുന്നു. നമ്മൾ വിറ്റിങ്ങലത്തെ ഉത്സവത്തിന് അത് തീർന്നില്ലേ. അത് നമ്മൾ വന്നപ്പോൾ കയറിയപ്പോൾ നോക്കി കുറേ സംഭവങ്ങൾ അപ്പം ഒരു ചിക്കൻ ഫ്രൈയും ഒരു ചില്ലി ചിക്കനും. പൊറോട്ട ഇപ്പം പറയാം. ഇവിടെ കഴിക്കാൻ എന്തൊക്കെ വേണം? പൊറോട്ട അവിടെ നൂഡിൽസും മാഗിയും. ഇവർക്ക് ദോശയാണ് പൊറോട്ടയാണ്? പൊറോട്ട. അപ്പൊ എല്ലാവർക്കും ഈ 2 പൊറോട്ട പറയാം. മുന്നുവിന് പൊറോട്ട. അപ്പൊ എല്ലാവർക്കും ഈ 2 പൊറോട്ട, ഇവർക്ക് 2 പേർക്കും ഓരോ പൊറോട്ട. അപ്പൊ അത് ഫിക്സ്, അത് തീരുമാനിക്കും. ചിക്കൻ ഫ്രൈ എനിക്ക് യെല്ലുള്ള പീസാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ സംഭവം ചില്ലി ചിക്കൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടുത്തെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കണ്ടില്ല. തിക്ക് ഗ്രേവി, ആ വീട് തിക്ക് ഗ്രേവി മാത്രം വേണോ? വേണ്ട അവർ കൊടുത്ത ജ്യൂസ് പറയാം.
നമുക്ക് ടേസ്റ്റ് ഇവിടെ കേക്ക് മുറിച്ചപ്പോഴേ ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പൊറോട്ടയെങ്കിലും മുറിച്ച് കൊടുക്കുക കഴിക്കാൻ. ചില്ലി ചിക്കൻ്റെ ഗ്രേവിയും പൊറോട്ടയും കഴിച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈ കൂടെ അടിപൊളിയായി. ഇനി നമുക്ക് കഴിച്ച് തീർന്നിട്ട് കാണാം. ഓക്കെ കേട്ടാ. നമ്മൾ കഴിച്ച് തീർന്നപ്പം പഴംപൊരിയും പോത്ത് റോസ്റ്റും വെറൈറ്റി. ഓളെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതൊക്കെ വാങ്ങിച്ചത് കേട്ടാ. വാഴക്കപ്പത്തിൻ്റെ മധുരവും ആ ബീഫിൻ്റെ എരിവും കൂടി ചേർന്ന് അടിപൊളി. ഒപ്പം ചായ. നമ്മളെ മുകേഷ് എണ്ണം പറയുന്നതാണ് സ്വർഗം മാമ സ്വർഗം. നമ്മൾ ഫുഡും കഴിച്ചു. ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, പിന്നെ അന്ന് നമ്മൾ കഴിച്ച ഐറ്റം ഒന്നും ഇല്ലായിരുന്നു. അതിന്റെ പേരൊന്നും നമ്മുടെ സ്പെഷ്യൽ ഫ്രൈ ആണ്, ചിക്കൻ ഫ്രൈ. ആ ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ക്വാർട്ടർ ചിക്കൻ ഫുൾ പീസ് 4 പീസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് പൊരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി, ഞാനും നമ്മുടെ എന്റെ ക്യാമറമാൻ, ചിറ്റിങ്ങിലെ ഉത്സവത്തിലെ അതായിരുന്നു നമ്മുടെ ഫുഡ്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് രാത്രി 10:30 11 മണിക്കൊക്കെ വന്ന് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് ചില്ലി ചിക്കൻ. അങ്ങനെ നമുക്ക് ഒരു സംഭവം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അവിടെ പിന്നെയും വരും. അങ്ങനെയാണ് നമ്മള് പിന്നെ ഇവിടെ വന്നത്. ഏതായാലും ഇപ്പം ഫാമിലി ആയിട്ട് കഴിച്ച അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ചൂട് ചായ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കടിയുണ്ട്, 10 രൂപ കടി. അപ്പൊ അവിടെ നിന്ന് തന്നെ കടി വേണം നമ്മൾ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ ഓക്കെ. ഹായ്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വണ്ടിയിൽ കയറി പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ ബേക്കിലൊരു നമ്മളെ ബർത്ത്ഡേക്കാരിയാണ്. ഇന്ന് കേക്കൊക്കെ മുറിച്ച് നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ട്. അതും ഉടനെ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. ആ റീലും കണ്ട് എൻ്റെ മോളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് മില്യൺ അടിച്ച വീഡിയോയുടെ ഓണറാണ് ഈ ഇരിക്കുന്നത്. കണ്ടാ പറയൂ. 10 മില്യൺ അപ്പൊ ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കാഴ്ചകളും ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ സൈനിങ് ഓഫ്. ടാറ്റ. എല്ലാവരും ടാറ്റ പറ മക്കളെ. ടാറ്റ. സീ യു.